നാശം. ദേ മനുഷ്യ, നിങ്ങളുടെ മോളെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞേക്ക്. അവളിവിടെ ഉള്ളിടത്തോളം കാലം എൻ്റെ മക്കൾക്ക് നല്ലൊരു ജീവിതം കിട്ടില്ല. തള്ളയെപ്പോലെ തന്നെ മോളും. ആണുങ്ങളെ കറക്കിയെടുക്കാൻ നടക്കുന്നവൾ. ഇന്ന് തൻ്റെ മോൾക്ക് വന്ന ആലോചന മുടങ്ങിയതുള്ള അരിശം തീർക്കുകയാണ് പ്രേമ. ആലോചന മുടങ്ങിയത് അവൾ കാരണമാണോ? നീ എന്തിനാ എപ്പോഴും എൻ്റെ മോളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? നീ കണ്ടിട്ടുണ്ടോ എൻ്റെ മകൾ ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ പോകുന്നത്? ഓരോ ആരോപണങ്ങൾ തൻ്റെ മകളുടെ മേൽ കെട്ടിവെക്കുമ്പോഴും ആ അച്ഛന് എതിർത്തു പറയാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരുന്നു. പിന്നെ കുറ്റപ്പെടുത്താതെ. അവൾ ഇവിടെ പുരനിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടല്ലേ എൻ്റെ മോൾക്ക് വരുന്ന ആലോചനയെല്ലാം മുടങ്ങുന്നത്. ഏത് നശിച്ച നേരത്താണോ എനിക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തോന്നിയത്? നിങ്ങളെ നോക്കിയും വീട്ടിലെ പണിയെടുത്തും എൻ്റെ ജീവിതം നശിച്ചു പോയി. ത്രിസന്ധ്യാ നേരവും കുമാരൻ്റെ വീട്ടിൽ നിന്നുള്ള ഒച്ചപ്പാട് നാട്ടുകാർക്കിപ്പോൾ പതിവ് കാഴ്ചയാണ്. ആദ്യം നാട്ടുകാർ ഇടപെട്ടെങ്കിലും പ്രേമയുടെ വായിലെ പുളിച്ചത് കേൾക്കുന്നത് കൊണ്ട് എല്ലാവരും പിന്തിരിഞ്ഞു. കുമാരൻ കിടപ്പിലായിട്ട് 3 വർഷമായി. കുമാരൻ്റെ രണ്ടാം ഭാര്യയാണ് പ്രേമ. പ്രേമയെ കുമാരൻ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോൾ പ്രേമയ്ക്കും ഒരു കുട്ടിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുമാരനും. കുമാരൻ്റെ മകളെ നോക്കാൻ വേണ്ടി കൂടിയാണ് പ്രേമയെ കുമാരൻ വിവാഹം കഴിച്ചത്. പക്ഷേ പ്രേമയ്ക്ക് കുമാരൻ്റെ മകളെ കാണുന്നത് ചതുർത്ഥി പോലെയാണ്. വന്ന നാൾ തൊട്ട് അതിനെ ഉപദ്രവിക്കും. പഠിത്തം തന്നെ 10ാം ക്ലാസ്സിൽ വെച്ച് നിർത്തിപ്പിച്ചു. കുമാരൻ എതിർത്തെങ്കിലും പ്രേമയുടെ വാക്കുകൾക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. സാമ്പത്തികമായും ശാരീരികമായും ആ മനുഷ്യൻ തളർന്നിരുന്നു. തൻ്റെ മകളെ പൊതിഞ്ഞു പിടിക്കാൻ പോലും ആ മനുഷ്യന് കഴിയുന്നുണ്ടായിരുന്നില്ല. എല്ലാം ഉള്ളിൽ ഒതുക്കി രാത്രി തൻ്റെ അരികിൽ വന്ന് തേങ്ങുന്ന മകളെ ആ മനുഷ്യനെ കണ്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. പ്രേമയുടെ മൂത്ത മകൾക്ക് പല കല്യാണാലോചനകളും വരുന്നുണ്ട്. പക്ഷേ ചെക്കൻകൂട്ടർ കണ്ടിട്ട് പോകും എന്നല്ലാതെ ഒന്നും നടക്കാറില്ല. അതിൻ്റെ വഴിയും കുമാരൻ്റെ മകൾക്കാണ്. ഇന്നും രേണുകയെ കാണാൻ വേണ്ടി 1-2 പേർ വന്നിരുന്നു. കണ്ടിട്ട് പോയപ്പോൾ തന്നെ ബ്രോക്കർ വിളിച്ചു പറഞ്ഞിരിക്കുന്നു അവർക്ക് താല്പര്യമില്ലെന്ന്. അതിൻ്റെ അരിശമാണ് പ്രേമ കുമാരനോട് തീർക്കുന്നത്. ഒന്ന് നിർത്തുന്നുണ്ടോ അമ്മേ? ചേച്ചി വരാൻ സമയമായി. എന്തിനാ ചേച്ചി ഇങ്ങനെ പ്രാകുന്നത്? കുമാരൻ്റെയും പ്രേമയുടെയും രണ്ടാമത്തെ മകളാണ് വേണി. അമ്മയുടെ എപ്പോഴുമുള്ള ഈ വഴക്ക് കേട്ട് അവൾക്ക് മടുത്തിരിക്കുന്നു. അവളിപ്പോൾ +2-ലാണ് പഠിക്കുന്നത്. മിണ്ടാതിരുന്ന അസത്തെ. രേണുമോള് നിൻ്റെയും കൂടി ചേച്ചിയല്ലേടി? എന്നിട്ട് നിനക്കെന്താടി ആ തലയിറച്ചികളോട് ഇത്ര കൂറ്? പ്രേമ വേണിയുടെ നേർക്ക് ചെന്നതും രേണുക തടുത്തു. അമ്മേ, എന്തിനാ ഇവളോട് തട്ടിക്കയറുന്നത്? ഇവളെ നമ്മളിൽ നിന്ന് പിരിക്കുന്നത് അവളല്ലേ? രേണുകയുടെയും പ്രേമയുടെയും സ്വഭാവം ഒന്നു തന്നെയാണ്. 2 പേർക്കും മനുഷ്യത്വം എന്നതില്ല. കുമാരൻ്റെ മകളെ എപ്പോഴെല്ലാം അവസരം കിട്ടും അപ്പോഴെല്ലാം അവർ 2 പേരും ചേർന്ന് കുറ്റപ്പെടുത്തും. ചേച്ചിയും അമ്മയെപ്പോലെ തുടങ്ങിയോ? നമ്മുടെ അവസ്ഥ ചേച്ചിക്കും അറിയാവുന്നതല്ലേ? വീടും പരിസരവും കണ്ടിട്ടായിരിക്കും വരുന്ന കൂട്ടർക്ക് ഇഷ്ടമാകാത്തത്. അതിനെന്തിനാ ലച്ചേച്ചിയെ കുറ്റപ്പെടുത്തുന്നത്? ചേച്ചി ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. അത് എല്ലാവർക്കും ഓർമ്മ വേണം. വേണി രണ്ടും കൽപ്പിച്ച് അമ്മയോടും രേണുകയോടും തർക്കിച്ചു. ഓ പിന്നെ, ആ തയ്യൽക്കടയിൽ പോയി ചക്രം തിരിച്ചു കിട്ടുന്നത് കൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ജീവിക്കുന്നത്. നിന്റെ അച്ഛൻ്റെ മരുന്നിന് പോലും അവളുടെ ചക്രം തിരിച്ച കാശ് തികയുമോ? ഞാൻ തൊഴിലുറപ്പിന് പോകുന്നത് കൊണ്ടാണ് ഈ കുടുംബം ഇങ്ങനെയെങ്കിലും പോകുന്നത്. വേണിയുടെ നേർക്ക് ചീറി പറഞ്ഞുകൊണ്ട് പ്രേമ വിളക്ക് കത്തിക്കാനായി പോയി. ഒപ്പം കുമാരനെയും വേണിയെയും നോക്കി മുഖം കൂട്ടിക്കൊണ്ട് രേണുകയും. മോൾ എന്തിനാ അവരോട് വഴക്കിടാൻ നിൽക്കുന്നത്? അവർ 2 പേരും അങ്ങനെയാണ്. ഇനി മാറ്റാനൊന്നും ഒക്കില്ല. കുമാരൻ കിടന്ന കിടപ്പിലും വേണിയെ തന്നോട് അടുപ്പിച്ചിരുത്തി പറയുകയാണ്. പറയാതെ എങ്ങനെയാ അച്ഛാ? ചേച്ചി പറയുന്നത് കേൾക്കുന്നില്ലേ? പാവം എത്ര കഷ്ടപ്പെട്ടാ ഇവിടേക്ക് ഓരോന്ന് കൊണ്ടുവരുന്നത്. അമ്മ പണിയെടുക്കുന്നത് രേണിച്ചേച്ചിക്ക് മേക്കപ്പ് സാധനം വാങ്ങിക്കാൻ പോലും എത്തില്ല. ആ കറുപ്പിന് പകരം കുറച്ച് വെളുപ്പ് കൊടുത്തിരുന്നെങ്കിൽ ഏതെങ്കിലും കോന്തം കെട്ടിക്കൊണ്ട് പോയേണ്. മനുഷ്യന് അല്പ സ്വസ്ഥതയും കിട്ടിയണം. അച്ഛൻ്റെ നെഞ്ചിലേക്ക് ചാരിക്കൊണ്ട് വേണി കണ്ണുനീർ പൊഴിച്ചു. മറുത്തൊന്നും പറയാൻ കഴിയാതെ തൻ്റെ മകളെ തലോടിക്കൊണ്ട് കുമാരനും. ലച്ചു, നേരം വൈകിയോ മോളെ? കലയേച്ചി, ഞാൻ ചെല്ലട്ടെ? അച്ഛൻ വൈകിയാൽ പേടിക്കും. ബസ് ഇറങ്ങിയ പാടെ അവൾ വീട്ടിലേക്ക് വേഗം നടക്കുകയാണ്. നേരം ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു. ഇന്ന് 1-2 ചുരിദാർ കൂടുതൽ തച്ചു. എന്നാലേ വീട്ടു സാധനത്തിനും അച്ഛൻ്റെ മരുന്നിനും തികയൂ. കയ്യിലുള്ള സാധനങ്ങൾ മുറുകെ പിടിച്ച് അവൾ വേഗത്തിൽ നടക്കുകയാണ്. ബസ് ഇറങ്ങി ഒരു 15 മിനിറ്റ് നടത്തമുണ്ട് വീട്ടിലേക്ക്. അതും റോഡിൽ കൂടെ തന്നെയാണ് പോകേണ്ടത്. ആ വഴി ബസ് റൂട്ടൊന്നുമില്ല. പോകുന്നതിനിടയിലും ഓരോരുത്തർ അവളോട് ഓരോന്ന് ചോദിക്കുന്നുമുണ്ട്. എല്ലാവർക്കുമുള്ള മറുപടി നിറഞ്ഞ പുഞ്ചിരിയാലെ അവൾ നൽകി. ഒപ്പം നടത്തത്തിൻ്റെ വേഗതയും കൂട്ടി. ഹോയ് ലച്ചുമ്മ! തനിക്ക് പിറകിലുള്ള ലോറിയുടെ ശബ്ദവും അവൻ്റെ ശബ്ദവും അവൾ തിരിച്ചറിഞ്ഞു. അല്ലെങ്കിലും ഏത് ആൾക്കൂട്ടത്തിൽ വെച്ചാലും അവൻ്റെ പൂച്ച കണ്ണുകളും ശബ്ദവും അവൾ തിരിച്ചറിയും. അവളുടെ കാലുകളുടെ വേഗത കൂടി. ഭയം അവളെ തേടിയെത്തുന്നത് അവൾ അറിയുന്നുണ്ട്. തൻ്റെ അടുത്തേക്ക് ലോറി എത്തിയതും അവൾ ഒരു സൈഡിലേക്ക് മാറി നിന്നു. തനിക്ക് കുറച്ച് മുന്നിലായി ലോറി നിർത്തിയിട്ട് അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ആ ഇരുട്ടിലും അവൻ്റെ പൂച്ച കണ്ണുകൾ തിളങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. പേടിയോടെ അവൾ റോഡരികിലുള്ള മതിലിലേക്ക് ചേർന്നു. ഒപ്പം അടുത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണവൾ.
അവളുടെ കണ്ണുകളിൽ ഭയം കടന്നുകൂടി. അവൻ അടുക്കും തോറും അവൾ പിന്നോട്ടേക്ക് മാറാൻ നോക്കി. കയ്യിലെ സാധനങ്ങൾ മുറുകെ പിടിച്ച് ഓടിയാലോ എന്നുവരെ അവൾ ചിന്തിച്ചു. തൻ്റെ കാലുകൾ ചലിക്കാത്തതുപോലെ. നിറഞ്ഞ കൺപീലികൾ താഴേക്ക് കുതിർന്നു. കഴിഞ്ഞ സംഭവങ്ങളൊക്കെ തീഗോളമായി അവളുടെ മനസ്സിലേക്ക് ഇരച്ചു കയറി. ലച്ചുമ്മ, ഇപ്പോഴും എന്നെ പേടിയാണോ? അവളുടെ തൊട്ടുമുന്നിൽ നിന്ന് അവൻ ചോദിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇനിയും വേദന തരില്ലേ എന്ന് കേണപേക്ഷിക്കുന്നത് പോലെ. പറയടി, എന്നെ പേടിയാണോന്ന്? ആദ്യം സൗമ്യതയോടെയാണെങ്കിലും പിന്നെ അവൻ രൗദ്രഭാവത്തിൽ അവളോട് ചോദിച്ചു. എനിക്ക് പോകണം. പറയുന്നതിനോടൊപ്പം അവളുടെ കയ്യിലുള്ള പച്ചക്കറി സഞ്ചി താഴേക്ക് വീണു. വീണ സഞ്ചിയിലേക്ക് അവൾ നോട്ടം പായിച്ചുകൊണ്ട് കൈകൂപ്പി അപേക്ഷിക്കുന്നത് പോലെ അവൾ അവനെ നോക്കി. പൊയ്ക്കോളൂ. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് മോള് പോയാൽ മതി. എന്താണെന്ന അർത്ഥത്തിൽ അവൾ അവനെ നോക്കി. അവൻ ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന് അവൾക്ക് ഊഹമുണ്ട്. കഴിഞ്ഞ 3 വർഷമായി ഇത് തന്നെ പറഞ്ഞല്ലേ പിറകെ നടപ്പ്. എപ്പോഴും ചോദിക്കാനുള്ളത് എനിക്ക് ഇന്നും ചോദിക്കാനുള്ളൂ. നിന്നെ കെട്ടട്ടെടി ഞാൻ. നിനക്ക് ആ കൂട്ടിൽ നിന്ന് രക്ഷപ്പെടാം. നിന്റെ സമ്മതം മാത്രം മതി. പ്രണയത്തോടുള്ള അവൻ്റെ വാക്കുകൾ അവൾക്ക് അറപ്പ് തോന്നി. മാറി നിൽക്ക്, എനിക്ക് പോകണം. നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകൾ അമർത്തി തുടച്ചു അവൾ വാശിയോടെ പറഞ്ഞു. പോകാടി കൊച്ചേ, ഞാൻ പറഞ്ഞതിന് നീ ഒരു മറുപടി താ. ദേ, നിലവിളക്കുമായി അമ്മ 3 വർഷമായി നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. നീ എന്തിനാ വെറുതെ കുടുംബത്തിൻ്റെ ഭാരവും ഏറ്റ് നടക്കുന്നത്? എൻ്റെ കൂടെ പോരടി പെണ്ണേ. മോള് പൊയ്ക്കോ. അവസാന സംസാരം കേൾക്കാത്തതുപോലെ ശങ്കരൻ ലച്ചുവിനോട് പറഞ്ഞു. ശങ്കരൻ പറഞ്ഞതും അവൾ ഒന്ന് ദേഷ്യത്തോടെ മഹിയെ നോക്കി. അവിടുന്ന് താഴെ വീണ സാധനവും എടുത്ത് അവൾ വേഗം നടന്നു. അവൾ പോകുന്ന വഴിയെ നോക്കി നിൽപ്പാണ് മഹി. എന്തിനാടാ നീ ആ കുട്ടിയെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? അത് എങ്ങനെയെങ്കിലും ജീവിച്ചു പൊയ്ക്കോട്ടെ. ആ തള്ളേനെ കൊണ്ട് തന്നെ അതിന് സമാധാനമില്ല. നീയും കൂടി ഇങ്ങനെ ആയാലോ? ലച്ചു പോയതും ശങ്കരൻ മഹിയോട് പറഞ്ഞു. എൻ്റെ ശങ്കരേട്ടാ, ഞാൻ അതിനൊരു ജീവിതം കൊടുക്കാമെന്നല്ലേ പറഞ്ഞത്. അതിനെന്തിനാ നിങ്ങളിങ്ങനെ തുള്ളുന്നത്? ആ കൊച്ചിനാണെങ്കിൽ എന്നെ കാണുമ്പോൾ ഒടുക്കത്തെ വിറയലും. ഞാൻ എന്തു ചെയ്തിട്ടാ? അബദ്ധത്തിൽ എൻ്റെ വണ്ടി വന്ന് അവളുടെ അച്ഛനെ മുട്ടി. മുട്ടിയതല്ലല്ലോ, നീ മനഃപൂർവ്വം മുട്ടിച്ചതല്ലേ? മഹി പറയുന്നതിനിടയിൽ ശങ്കരൻ കയറി പറഞ്ഞു. ഇതാണ് എനിക്ക് പിടിക്കാത്തത്. ഞാൻ എന്തിനാ ആ കിളവനെ ഇല്ലാതാക്കുന്നത്? അയാൾ ഞാൻ പെണ്ണാലോചിച്ച് പോയപ്പോൾ എനിക്ക് തരില്ലെന്ന് പറഞ്ഞു. അത് ഏതൊരാളായാലും പറയുന്ന കാര്യമല്ലേ. അതിൻ്റെ അരിശം തീർക്കാൻ വേണ്ടി ഞാൻ അയാളെ മുട്ടി എന്ന് പറയുന്നതിനൊന്നും ഒരർത്ഥവുമില്ല. തെല്ലു ലാഘവത്തോടെ മഹി പറയുന്നത് കേട്ട് ശങ്കരൻ അവനെ തറപ്പിച്ചു നോക്കി. ഞാൻ പോകട്ടെ മഹി, നിന്നോട് വർത്തമാനത്തിൽ നിന്നാൽ എനിക്ക്. ബാക്കി പറയാൻ കഴിയാതെ ശങ്കരൻ നിർത്തി. മഹേഷിൻ്റെ സ്വഭാവം നല്ലതുപോലെ അയാൾക്കും ആ നാട്ടുകാർക്കും അറിയാവുന്നതാണ്. ദേഷ്യം വന്നാൽ എന്താ ചെയ്യുന്നതെന്ന് പോലും പറയാൻ കഴിയില്ല. എനിക്ക്. ബാക്കി പറയ് ശങ്കരേട്ടാ. പറയുന്നത് മുഴുവിക്കാതെ നിന്ന ശങ്കരന് മഹി ദേഷ്യത്തോടെ നോക്കി. ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ലെന്ന് കണ്ട് ശങ്കരൻ അവിടുന്ന് വേഗം സ്ഥലം വിട്ടു. ശങ്കരൻ പോയതും ക്രൂരമായ ചിരി ചിരിച്ചു മഹി തൻ്റെ ലോറിയിലേക്ക് കയറി. ഒപ്പം ഓടി മറയുന്നവളെയും അവൻ നോക്കി. അച്ഛാ, ദേ ലച്ചു ചേച്ചി വന്നു. ഉമ്മറപ്പടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു വേണി. ചേച്ചി വരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും കാണാത്തത് കൊണ്ട് അച്ഛൻ്റെ നിർബന്ധപ്രകാരം അവൾ ലച്ചുവിനെ തേടി പോകാൻ നിൽക്കുമ്പോഴാണ് ലച്ചു വരുന്നത് കണ്ടത്. ഓടി വരുന്നവളെ കണ്ടതും വേണിക്ക് എന്തോ പന്തികേട് മണത്തു. അവളുടെ അടുത്തേക്ക് ലച്ചു എത്തിയതും കരഞ്ഞു തളർന്ന കണ്ണുകളാണ് വേണി കാണുന്നത്. എന്താ ചേച്ചി, എന്താ പറ്റിയത്? അവളുടെ കയ്യിലുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതിനോടൊപ്പം അവൾ വേവലാതിയോടെ ചോദിച്ചു. ഒന്നുമില്ല മോളെ, ചേച്ചി അച്ഛനെ ഒന്ന് കാണട്ടെ. വേണിയുടെ മുന്നിൽ നിന്നും മുഖം മറയ്ക്കാൻ വേണ്ടി അവൾ നന്നേ കഷ്ടപ്പെട്ടു. തനിക്ക് വേദനിച്ചാൽ വേണിക്കും വേദനിക്കുമെന്ന് ആ ചേച്ചിക്ക് അറിയാം. അവൾക്കുള്ള ഏക ആശ്വാസമാണ് അവളുടെ അനിയത്തി. ലച്ചു അകത്തേക്ക് കയറിയതും സംശയത്തോടെ വേണി ലച്ചുവിൻ്റെ പിറകെ ചെന്നു. എന്താ കുട്ടിയെ വൈകിയേ? ലച്ചുവിനെ കണ്ടതും ആശ്വാസത്തോടെ കുമാരൻ കട്ടിലിനോട് ചേർന്ന് കിടന്നു. അവൾ ആ അച്ഛൻ്റെ അടുത്തേക്ക് ഇരുന്നു. പണി കൂടുതലായിരുന്നു അച്ഛാ. ദേ, അച്ഛൻ്റെ മരുന്നൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ബാഗിൽ നിന്ന് ഒരു പൊതിയെടുത്ത് അവൾ മേശയിലേക്ക് വെച്ചു. എന്തിനാ കുട്ടിയെ ഇല്ലാത്ത പൈസ കൊടുത്ത് അത് വാങ്ങിക്കാൻ നിന്നത്? അത് കുടിച്ചിട്ടും അച്ഛന് വലിയ മാറ്റമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ അച്ഛന് പോയാൽ മതി. ആ വൃദ്ധൻ മകളുടെ കഷ്ടപ്പാട് അറിഞ്ഞ് വേദനയോടെ പറയുകയാണ്. ആര് പറഞ്ഞു എൻ്റെ അച്ഛൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന്? അച്ഛൻ നടക്കും, എനിക്ക് ഉറപ്പുണ്ട്. അവൾ കുമാരൻ്റെ വിഷമം മനസ്സിലാക്കി അയാളെ സമാധാനിപ്പിക്കണം എന്നോണം തഴുകി. താൻ കാരണം കൂടിയാണല്ലോ അച്ഛൻ്റെ ഈ കിടപ്പ് എന്നോർക്കുമ്പോൾ അവൾക്ക് നെഞ്ചൊന്ന് വിങ്ങി. അവളുടെ കണ്ണുകൾ കലങ്ങുന്നത് അറിഞ്ഞതും അവൾ അച്ഛൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു. ഇതേ സമയം ലച്ചുവിനെ തന്നെ നിരീക്ഷിക്കുകയായിരുന്നു വേണി. ചേച്ചിയുടെ ഓരോ മാറ്റവും അവൾക്ക് മനസ്സിലാകും. ലച്ചുവിനെ വേണിയോളം മനസ്സിലാക്കിയ ആരും തന്നെ ഇല്ല. അയാളെ ചേച്ചി ഇന്ന് കണ്ടോ? റൂമിലേക്ക് കയറിപ്പോയ ലച്ചുവിൻ്റെ പിറകെ തന്നെ വേണിയും ഉണ്ടായിരുന്നു. ലച്ചു ചുരിദാറിൽ നിന്നും ഷോളിൻ്റെ പിന്നഴിച്ചു മാറ്റുന്നതിനിടെ വേണിയെ നിർവികാരതയോടെ ഒന്ന് നോക്കി. ആ നോട്ടത്തിലുണ്ട് വേണിക്കുള്ള ഉത്തരം.
സ്ഥിരം പല്ലവിയായിരിക്കും അല്ലേ? ചോദ്യത്തോടെ വേണി ലച്ചുവിനെ നോക്കി. ലച്ചുവിന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഷോളെടുത്ത് അയയിൽ തൂക്കി കട്ടിലിൽ പോയിരുന്നു. മടുത്തിരിക്കുന്നു അവൾക്ക്. വർഷം 3 കഴിഞ്ഞിരിക്കുന്നു അയാളുടെ ശല്യം തുടങ്ങിയിട്ട്. ഗിരിയേട്ടനോട് ഞാൻ നാളെ പറയാം. ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ലച്ചുവിൻ്റെ സമാധാനത്തിനെന്ന പോലെ വേണി അവളുടെ അടുത്തേക്കിരുന്നു. വേണ്ട മോളെ, ഇനി എൻ്റെ കാര്യം പറഞ്ഞ ഒരു പ്രശ്നം വേണ്ട. ചേച്ചിക്ക് ഇനിയും ഒന്നും താങ്ങാൻ കഴിയില്ല, പതിഞ്ഞ ശബ്ദത്തിൽ അവൾ വേണിയോട് പറഞ്ഞു. വേദനയോടെ ലച്ചുവിനെ നോക്കുകയല്ലാതെ വേണിയുടെ പക്കൽ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ഗിരിയേട്ടനോട് പറയുക മാത്രമാണ് ഏക ആശ്വാസം. പക്ഷേ ചേച്ചി പറഞ്ഞതുപോലെ ഈ കാര്യം ഗിരിയേട്ടനെ അറിഞ്ഞാൽ അത് മതി ഒരു പ്രശ്നത്തിന്. അല്ലെങ്കിലേ അവർ രണ്ടുപേരും പോരുകോഴികളെ പോലെ തന്നെയാണ്. അതിൻ്റെ കൂടെ ഇനി ഇതുമായാൽ വേണ്ട. നാട്ടുകാർക്ക് പറഞ്ഞു നടക്കാൻ ഒരു കഥയുണ്ടാക്കി കൊടുക്കേണ്ട. ചേച്ചി എഴുന്നേറ്റ് കുളിക്ക്. ചേച്ചി ഇങ്ങനെ ഇരുന്നാൽ അമ്മ തുടങ്ങും. ഒരു കാരണം കിട്ടാൻ വേണ്ടി രണ്ടും കാത്തിരിക്കുകയാണ്. ഇന്നും വേണി ചേച്ചിയെ കാണാൻ വേണ്ടി ഒരു കൂട്ടർ വന്നിരുന്നു. വേണി പറയുമ്പോഴേക്കും ലച്ചുവിൻ്റെ മുഖമാണ് അവൾ ശ്രദ്ധിച്ചിരുന്നത്. ഇപ്പോഴും മനസ്സ് മഹിയേട്ടനിൽ തന്നെയാണുള്ളത്. 1-2 ദിവസത്തേക്ക് ഇനി ഇത് മതി ചേച്ചിക്ക് വിഷമിക്കാൻ. മഹിയേട്ടൻ്റെ നാട്ടിലേക്കുള്ള ഓരോ വരവും ചേച്ചിയെ ഭയപ്പെടുത്തുന്നുണ്ട്. വേണി നിർവികാരതയോടെ ചേച്ചിയെ നോക്കി നിൽക്കുകയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്തു പറഞ്ഞാലും ചേച്ചിയുടെ മനസ്സിലേക്ക് കയറി ചെല്ലില്ലെന്ന് അവൾക്കറിയാം. വേണി ലച്ചുവിനെ ഒന്ന് നോക്കി അവൾ അടുക്കളയിലേക്ക് പോയി. ആ അസത്ത് വന്നോടി. അടുക്കളയിലിരുന്ന് അമ്മയും മോളും ചായ കുടിക്കുകയാണ്. വേണി രണ്ടുപേരെയും അമർഷത്തോടെ നോക്കി ലച്ചുവിനും അച്ഛനും അവൾക്കുള്ള ചായയും എടുത്ത് അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങി. നമ്മൾ പറഞ്ഞത് പിടിച്ചില്ല അമ്മേ. വേണി അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോയതും അവളെ നോക്കി മുഖം കൂട്ടിക്കൊണ്ട് പ്രേമയോട് പറഞ്ഞു. നീ ചായ കുടിക്ക്. അവളോട് 2 വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ എനിക്കിന്ന് സമാധാനം കിട്ടില്ല. ചേച്ചി ഇത് കുടിച്ചേ. ദേ അച്ഛൻ വിളിക്കുന്നു. ചേച്ചിയുടെ മുഖം വാടിയത് കണ്ടാൽ അച്ഛന് വിഷമമാകും. വേണി പറഞ്ഞതും ലച്ചു ഒന്ന് അവളെ നോക്കി വേഗം മുഖമൊക്കെ അമർത്തി തുടച്ചു. ലച്ചുവിൻ്റെ കയ്യിൽ നിന്ന് ചായ ഗ്ലാസ് വാങ്ങി അച്ഛൻ്റെ അടുത്തേക്ക് നടന്നു. അച്ഛൻ്റെ കരിയിലിരിക്കുമ്പോഴും മനസ്സ് മുഴുവൻ കുറച്ചു നേരത്തെ നടന്ന സംഭവങ്ങളായിരുന്നു. അയാൾ എന്തിനാ എപ്പോഴും എന്നോടിങ്ങനെ? കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാ. എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. അവളുടെ മനസ്സ് ഓരോ ദിശയിലേക്ക് കടന്നു. എന്താ മോളെ, മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? വന്നപ്പോൾ തൊട്ട് അച്ഛൻ ശ്രദ്ധിക്കുന്നതാണ് ലച്ചുവിനെ. മകളുടെ മുഖം ഒന്ന് മാറിയാൽ ആ അച്ഛനും മനസ്സിലാവും. മഹിയേട്ട ഇന്നും വഴിയിൽ തടഞ്ഞു നിർത്തിയെന്ന് വേണിയും അവരോട് ചേർന്നിരുന്നു പറഞ്ഞു. അതെയോ? അച്ഛൻ പേടിയോടെ അവളെ നോക്കി. ഒപ്പം അയാളുടെ കൈകൾ തൻ്റെ കാലിലേക്ക് ചെന്നു. മറക്കാൻ പറ്റില്ല ഒരിക്കലും. അവനെ കെട്ടി നിനക്ക് ഇവിടുന്ന് പൊയ്ക്കൂടെ, എൻ്റെ മോളുടെ ജീവിതം ഇല്ലാതാക്കാൻ? അവർ 3 പേരും സംസാരിക്കുന്നത് അടുക്കളയിൽ നിന്ന് വരുന്നുണ്ടായ പ്രേമയും രേണുകയും കേട്ടിരുന്നു. അല്ലെങ്കിലും അവനെന്താ കുറവ്? പണമില്ലേ, സൗന്ദര്യമില്ലേ, പിന്നെ എന്താണ് നിനക്ക് അവൻ്റെ കൂടെ പോയാൽ? പ്രേമ വിടാൻ ഉദ്ദേശമില്ല. പ്രേമെ നിർത്ത്. നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവൻ്റെ കാര്യം പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നേക്കരുതെന്ന്. അത്ര നല്ലവനാണെങ്കിൽ നിന്റെ മോളെ നിനക്ക് കെട്ടിച്ചു വിട്ടൂടെ? കുമാരൻ കിടന്ന കിടപ്പിലും പ്രേമയോട് ദേഷ്യപ്പെട്ടു. ഓ ഓ, അതാണോ നിങ്ങളുടെ മനസ്സിലിരിപ്പ്? അവൻ പിറകെ നടക്കുന്നത് എൻ്റെ മോളുടെ പിന്നാലെയല്ല, ദേ ഈ ഒരുമ്പട്ടവളുടെ പിറകെയാ. പ്രേമ ലച്ചുവിനെ ചൂണ്ടിക്കയർത്തു. പ്രേമേ, വാക്കുകൾ സൂക്ഷിച്ചു വേണം. അത് പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല. ഓ പിന്നെ, നിങ്ങളുടെ വിചാരം എന്താ മനുഷ്യ? ഇവളെ കെട്ടാൻ അങ്ങ് കോലേത്തോ തമ്പുരാൻ വരുമെന്നോ? 10ാം ക്ലാസ്സും തയ്യൽ പണിയും നടക്കുന്ന ഇവൾക്ക് എല്ലാം മഹിയെപ്പോലെ ഒരുത്തിനെ ചേരൂ. കാണാൻ കുറച്ച് ചന്തമുണ്ടെന്ന് കരുതി നാട്ടിലുള്ള ആണുങ്ങളെല്ലാം പുറകെ നടത്തലല്ലേ ഇവളുടെ പണി. രാവിലെ കുളിച്ചൊരുങ്ങി പോകുന്നത് തന്നെ എവിടേക്കാണെന്ന് ആർക്കറിയാം? അമ്മേ, വേണി ദേഷ്യത്തോടെ അലറി. ദേ അയൽപ്പക്കമുള്ളവർ എല്ലാം ശ്രദ്ധിക്കുന്നു. എന്തിനാ അമ്മ എപ്പോഴും ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? കള്ളും കുടിച്ച് കൂത്താടി അടികൂടി നടക്കുന്ന അങ്ങേർക്ക് ആരെങ്കിലും മക്കളെ കെട്ടിച്ചു വിടുമോ? വേണിച്ചേച്ചി വന്ന് ചോദിച്ചാൽ അമ്മ കൊടുക്കുമോ? ഇല്ലല്ലോ. അതേ അച്ഛനും ചെയ്യുന്നുള്ളൂ. ചേച്ചിക്കും മഹിയേട്ടനെ ഇഷ്ടമല്ല. പിന്നെ എന്തിനാ അമ്മ ചേച്ചിയെ എപ്പോഴും ഇങ്ങനെ അയാളെ കല്യാണം കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നത്? പ്രേമയോട് ഉച്ചത്തിൽ പറഞ്ഞു കഴിയുമ്പോഴേക്കും വേണി കിതച്ചിരുന്നു. മോളെ വേണ്ട. വേണിയുടെ കയ്യിൽ ലച്ചു മുറുകെ പിടിച്ചു. ചേച്ചി ഒന്ന് വിട്ടേ. ചേച്ചി ഒന്നും പറയാതെ നിൽക്കുന്നത് കൊണ്ട് ഇവർ രണ്ടുപേരും ചേച്ചിയുടെ തലയിൽ കയറി ചവിട്ടുന്നത്. വേണി ലച്ചുവിൻ്റെ കൈ കുടഞ്ഞെറിഞ്ഞ് പ്രേമയുടെ അടുത്തേക്ക് ചെന്നു. ചേച്ചിയെ കൊല്ലേണ്ടി വന്നാലും മഹിയേട്ടനെ കൊണ്ട് ഞാൻ ചേച്ചിയെ കല്യാണം കഴിപ്പിക്കില്ല. എൻ്റെ ചേച്ചിക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഈ വേണി നടത്തിക്കില്ല. അയാളുടെ കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അമ്മ കയ്യിൽ തന്നെ വെച്ചോളൂ. കാശോ? എന്ത് കാശ്? പ്രേമ കുമാരനെയും ലച്ചുവിനെയും നോക്കി. താൻ കാശ് വാങ്ങിയത് എങ്ങനെ അറിഞ്ഞു എന്ന സംശയത്തിലാണ് പ്രേമ. അമ്മ സംശയിക്കേണ്ട, ഞാൻ നേരിട്ട് കണ്ടത് തന്നെയാണ്. പ്രേമ ഞെട്ടലോടെ എല്ലാവരും നോക്കുന്നത് കണ്ട് വേണി വീണ്ടും പറയാൻ തുടങ്ങി. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ കണ്ടു കവലയിൽ നിന്ന് നിങ്ങളും മഹിയേട്ടനും സംസാരിക്കുന്നത്, പോക്കറ്റിൽ നിന്ന് കുറച്ച് കാശ് എടുത്ത് തരുന്നതും.
വെറുതെ ഒന്നും മഹിയേട്ടൻ നിങ്ങൾക്ക് കാശ് തരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ചേച്ചിയുടെ പേരും പറഞ്ഞല്ലേ നിങ്ങളത് വാങ്ങിച്ചത്. അതിനു വേണ്ടിയല്ലേ നിങ്ങൾ എന്നും ചേച്ചിയോട് ഈ വഴക്കുണ്ടാക്കുന്നത്? വേണി അലമുറയിട്ട് തന്നെ പറഞ്ഞു. എന്നാൽ കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ കുമാരനിൽ ലച്ചുവും തറഞ്ഞു നിൽപ്പാണ്. വഴക്ക് കൂടുമെങ്കിലും പ്രേമയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ചതി അവർ രണ്ടുപേരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ രണ്ടുപേരുടെ ഞെട്ടലും ദേഷ്യവും മനസ്സിലാക്കിയ പ്രേമയും രേണുകയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് റൂമിലേക്ക് പോയി.